പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സമ്മർ സ്ലാം 2024 നടക്കാൻ പോകുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഗുന്തറിനാണോ ഡാമിയൻ പ്രീസ്റ്റിനാണോ വിജയ സാധ്യത കൂടുതലുള്ളത്. നിലവിൽ അവരുടെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഗുന്തറിൻ്റെ ഒരു പ്രൊമോ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അതിന് മുൻപത്തെ റോ എപ്പിസോഡിൽ ഡാമിയൻ പ്രീസ്റ്റിനെ വളരെ മോശമാക്കി സംസാരിച്ചതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുന്തർ വരുന്നത് എന്നുണ്ടെങ്കിലും കാണികളുടെ ഒരു റിയാക്ഷൻ മൂലം താൻ അതിൽ നിന്ന് യാതൊരുവിധ വ്യത്യാസവും വരുത്താൻ പോകുന്നില്ല എന്നുള്ളത് ഗുന്തർ പറയുന്നുണ്ട്. ഡാമിയൻ പ്രീസ്റ്റ് മാത്രമല്ല, ഈ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പ് അവരും മോശപ്പെട്ടവരാണെന്നുള്ളതും ഗുന്തർ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പ്രീസ്റ്റ് വരുന്നു, പിന്നെ ഗുന്തറുമായിട്ട് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റ് ബാക്ക് സ്റ്റേജിലേക്കും പോകുന്നുണ്ട്. അവിടെയും കൊണ്ടും അവസാനിക്കുന്നില്ല. അവസാനം ജനറൽ മാനേജറായ ഏദൻ പിയേഴ്സ് പറയുന്നത് രണ്ടുപേരെയും റീനയിൽ നിന്ന് റിജക്റ്റ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഫൈറ്റ് ഒഴിവാക്കാൻ സാധിച്ചത് എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഗുന്തറിനെ ഒരു കട്ട വില്ലനായിട്ടും ഡാമിയൻ പ്രീസ്റ്റിനെ ഒരു സൂപ്പർ ബേബി ഫേസ് ക്യാരക്ടറായിട്ടുമാണ് കാണിക്കുന്നത്. അതായത് ഒരു നല്ലവനും ഒരു ചീത്തവനും എന്നുള്ളൊരു പരിഗണന രണ്ട് റെസ്ലേഴ്സിനും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഗുന്തറിന് തന്നെയാണ് വിജയസാധ്യത കൂടുതലുള്ളത്. കൂടാതെ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് ഡാമിയൻ പ്രീസ്റ്റ് പുറത്തേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതായത് ഒരു ഫേസ് ക്യാരക്ടർ വെച്ച് ഡാമിയൻ പ്രീസ്റ്റിന് ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിക്കില്ല. മിക്കവാറും ഫിൻ ബാലറും മറ്റ് അംഗങ്ങളും ചേർന്ന് ഡാമിയൻ പ്രീസ്റ്റിനെ ഈ സമ്മർ സ്ലാമിന് ശേഷം ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്ന ായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് ഗുന്തർ പുതിയ വേൾഡ് ചാമ്പ്യൻ ആകുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഷെയ്മസ് എന്ന താരത്തിനെ സംബന്ധിച്ചാണ്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ പീറ്റ് ഡൺ വേഴ്സസ് ബിഗ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഷെയ്മസ് വന്ന് പീറ്റ് ഡണ്ണിനെ ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം ബ്രോൺസൺ റീഡിനെയും ബ്രോക്കി കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്നുണ്ടെങ്കിലും ഷെയ്മസിൻ്റെ ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതിഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അതിന് മുൻപത്തെ റോ എപ്പിസോഡിൽ പീറ്റ് ഡണ്ണ് ഷെയ്മസിനെ ആക്രമിച്ച് ഒരു ഹീൽ ടേണിലേക്ക് സൂചന നൽകുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബ്രോൺസൺ റീഡും അദ്ദേഹത്തിൻ്റെ ഫിനിഷർ ഷെയ്മസിനെതിരെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഷെയ്മസ് ഈ പീറ്റ് ഡൺ എന്ന് പറയുന്ന തൻ്റെ മുൻ ടാഗ് ടീം പാർട്ണറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ പീറ്റ് ഡൺ എങ്ങനെയാണോ തന്നെ ആക്രമിച്ചത് അതേ രീതിയിൽ തിരിച്ചടിക്കുന്നത് അത് ഷെയ്മസിൻ്റെ പഴയ ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഷെയ്മസ് ആ ഒരു പഴയ ക്യാരക്ടറിൽ എപ്പോഴും ആക്റ്റീവായി അടിക്കടി എന്ന് പറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഷെയ്മസിൻ്റെ സ്റ്റോറിയും ക്യാരക്ടറും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു പോസിറ്റീവ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഷെയ്മസിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് അദ്ദേഹത്തെ ഇന്റർ കോണ്ടിനെന്റൽ ആ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം വിജയിക്കുമെന്നുള്ളൊരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് പിന്നീട് അദ്ദേഹത്തെ വിജയിപ്പിച്ച് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഷെയ്മസിന് നിലവിൽ മിഡ് കാർഡ് ലെവലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറി അത് മികച്ചതാണെന്ന് തോന്നുന്നു. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ദി ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒറിജിനൽ വെർഷൻ, അതായത് റോമൻ, സാമി സെയിൻ, ജെ ഊസോ, ജിമ്മി യൂസോ ഇവരൊക്കെ റീയൂണിയൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് റോ എപ്പിസോഡിലൂടെ തന്നെ WWE നൽകിയിട്ടുണ്ട്. എത്ര കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല. മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മാച്ചിന് വേണ്ടി ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെയിനും ജെ ഊസോയും ടീമാകുന്നത്, അതായത് ബ്ലഡ് മുൻ 2 മെമ്പേഴ്സ് ടീമാകുന്നത് കുറച്ചധികം മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത് ബ്ലഡ് ലൈൻ്റെ ഒരു റീയൂണിയൻ്റെ സാധ്യത അവിടെ തുറന്നിടുന്നുണ്ട്. കമൻറ്റേറ്ററായ മൈക്കിൾ കോളും ബ്ലഡ് ലൈൻ ഹിസ്റ്ററി ഈ ടാഗ് ടീം മത്സരത്തിന് ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ബ്ലഡ് ലൈൻ്റെ ഒരു പുതിയ വെർഷൻ സ്മാക്ഡൗണിൽ വലിയ ഡൊമിനൻ്റായി റോമൻ റെയിൻസിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പോൾ ഹെയ്മനെയൊക്കെ ആക്രമിച്ചുകൊണ്ട്. അപ്പോൾ റോമൻ്റെ ഒരു തിരിച്ചുവരവ് ഉടനെ നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു സൂചനകളൊക്കെയാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും റോമൻ റെയിൻസിന് ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ ബ്ലഡ് ലൈനെതിരെ പോരാടി നിൽക്കാൻ സാധിക്കില്ല. റോമൻ റെയിൻസിന് കൃത്യമായിട്ടുള്ള ഒരു ബാക്കപ്പ് വേണം. അപ്പോൾ ബാക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ മെമ്പേഴ്സൊക്കെ തിരികെ വരണം. ജിമ്മി ഊസോ റോമൻ റെയിൻസിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് 101% ഉറപ്പാണ്. ബാക്കി 2 ഒറിജിനൽ മെമ്പേഴ്സ് സാമി സെയിനും ജെ ഊസോയും എങ്ങനെ റോമൻ്റെയും ജിമ്മിയുടെയും കൂടെ ചേരും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ജെ ഊസോ തിരികെ വരുന്നതിൻ്റെ ഒപ്പം തന്നെ സാമിയും ജെ ഊസോയുടെ കൂടെ വരും. അതിൻ്റെ ഒരു സൂചനയാണ് റോയിൽ നൽകിയിട്ടുള്ളത്. അതായത് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല. ജെ ഊസോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ താനും കൂടെ ഉണ്ടാകുമെന്നുള്ള സാമിയുടെ കുറച്ച് കാര്യങ്ങളാണ് അവർ അവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ചില വിമർശനങ്ങളും WWE നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത്
ജെ ഊസോയുടെ അച്ഛൻ റിക്കീഷി ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നത് ജെ ഊസോയെ എന്തിനെ ഇത്രയും മോശപ്പെട്ട സ്റ്റോറി ലൈനിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് റിയ റിപ്ലിയുമായിട്ടുള്ള സ്റ്റോറി ലൈന് യഥാർത്ഥത്തിൽ ജെ ഊസോയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതും സമ്മർ സ്ലാമിൽ ജെ ഊസോയ്ക്ക് എന്ത് പ്ലാനാണ് ഉള്ളത് എന്നുള്ളതും നിലവിൽ ചെയ്യുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല എന്നുള്ളതും ചെറിയൊരു വിമർശനം പോലെ റിക്കീഷി പോഡ്കാസ്റ്റിൽ ആദിത്യത്തിൻ്റെ അഭിപ്രായമായി പറയുന്നുണ്ട്. ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ സ്റ്റോറി ലൈനിൽ തന്നെ ജെ ഊസോയെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. റിയയുമായിട്ടുള്ള ഈ ഒരു സ്റ്റോറി ജെ ഊസോയുടെ മാരേജിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം എന്നുള്ളതും റിക്കീഷി പറയുന്നുണ്ട്. WWE ഒരു സ്ക്രിപ്റ്റ് പ്രോഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ അത് റിയൽ ലൈഫിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് റിക്കീഷി എന്തർത്ഥത്തിലാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. അപ്പോൾ ചെറിയൊരു വിമർശനം ഇപ്പോൾ റിയ ജെ ഊസോ ഇവരുടെ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇനി സാമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ റോ എപ്പിസോഡിൽ ഇല്യ ഡ്രാഗനോവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ പുതിയ നമ്പർ 1 കണ്ടൻഡർ ആയിട്ടുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിൽ സാമി ജൻ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ബ്രോൺ ബ്രേക്കറിന് എതിരെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ മിക്കവാറും സാമി പരാജയപ്പെടാനും സാധ്യതയുണ്ട്. അതിനുശേഷം ഇനി ആ സ്റ്റോറി ലൈനിലേക്ക് സാമിക്ക് എത്താനും കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ജെ ഊസോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ബ്ലഡ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുക, അപ്പോൾ സാമി ജെ ഊസോയുടെ കൂടെ നിന്നുകൊണ്ട് അവർ പിന്നീട് റോമൻ്റെ കൂടെ ചേരുന്നതും പിന്നീട് ഈ ഒരു വാർ ഗെയിംസ് മത്സരം വരുന്നതും ഒക്കെ ആയിട്ട് അവർക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്കുള്ള ചെറിയ ചെറിയ സൂചനകളൊക്കെ റോയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.